ആർഎസ്എസ് നേതാവ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രതികൾക്ക് 17 പ്രതികൾക്കാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി രംഗത്തെത്തിയിരിക്കുന്നത് വല്ലാത്ത മോശം നടപടിയായി പോയി എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശം? തീർച്ചയായിട്ടും കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. ഈ 2022 ഏപ്രിൽ മാസത്തിലാണ് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയ പ്രതികൾ ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം പിടിയിലായ ആൾക്കാരുൾപ്പെടെ പലർക്കും ജാമ്യവുമായിട്ട് കോടതികളിൽ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും എല്ലാം ചെല്ലുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ശ്രീനിവാസൻ കൊലക്കേസിൽ അതിലും പ്രതികളായ 17 പേർക്ക് ജാമ്യം കൊടുത്തു കോടതി എന്നുള്ളതാണ്. ആ ജാമ്യം ചോദ്യം ചെയ്ത് NIA ഒരു സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പോൾ ആ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇതിൽ അത്ഭുതം പ്രകടിപ്പിച്ചു. ഇവർക്ക് എങ്ങനെ ജാമ്യം കൊടുത്തു, ഈ ജാമ്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി ഇങ്ങനെ ആ കേസ് പരിഗണിച്ച അവസരത്തിൽ തന്നെ നിരീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ വരികയാണ്. കോടതി വളരെ കാതലായ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഈ പ്രതികൾക്ക് പ്രഥമ ദൃഷ്ട്യാ ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി പറയുന്ന കാരണങ്ങൾ അത് ഒട്ടും തൃപ്തികരമല്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഒന്നാമത്തെ നിരീക്ഷണം. അപ്പോൾ ഈ 17 പേർക്ക് ജാമ്യം കൊടുത്തു, വേറെ കുറേ പേർക്ക് ജാമ്യം കൊടുത്തില്ല. ആ ജാമ്യം കൊടുക്കാത്ത ആൾക്കാരും കോടതിയെ സമീപിച്ചിട്ടുണ്ട്, സുപ്രീം കോടതിയെ. ഞങ്ങളുടെ കൂട്ടുപ്രതികൾക്ക് ജാമ്യം കൊടുത്തു, ഞങ്ങൾക്ക് ജാമ്യം തന്നില്ല എന്ന് പറഞ്ഞ് അവരും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് NIAയും സമീപിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയെ. അപ്പോൾ അതിൽ ഈ രജിസ്ട്രി ലിസ്റ്റ് ചെയ്യുന്ന ഈ ഹർജികൾ ലിസ്റ്റ് ചെയ്യുന്ന അതിൽ ചെറിയൊരു പെശകുണ്ടായി എന്ന് പറഞ്ഞ് രജിസ്ട്രിയെ വിമർശിച്ചിട്ടുണ്ട്. അത് രണ്ടാമത്തെ കാര്യമാണ് സുപ്രീം കോടതി. ഇത് നമ്മുടെ ജസ്റ്റിസുമാരായ അഭയ് S. ഓക്ക, അതുപോലെ ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹ, ഈ 2 പേര് ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിച്ചിരിക്കുന്നത്. എന്നിട്ട് കോടതി പറഞ്ഞു, ഈ രജിസ്ട്രിയെ താക്കീതെന്തോ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, കൃത്യമല്ല വിവരം. എന്തായാലും അതിലും അതൃപ്തി രേഖപ്പെടുത്തിയ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഹർജികളെല്ലാം ഒരുമിച്ച് പരിഗണിക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് വന്നിരിക്കുകയാണിപ്പോൾ. അപ്പോൾ അതായത് ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയും മറ്റവർ ജാമ്യം നൽകണമെന്നുള്ള ഹർജിയും ഒക്കെ കോടതി ഒരുമിച്ച് പരിഗണിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരുമിച്ച് പരിഗണിക്കാമെന്ന് പറയുമ്പോഴും കോടതിയുടെ പ്രാഥമിക നിരീക്ഷണം വളരെ വ്യക്തമാണ്. കുറച്ചു പേർക്ക് ജാമ്യം കൊടുത്ത നടപടിക്ക് ചൂണ്ടിക്കാട്ടുന്ന, അതായത് ജാമ്യം കൊടുക്കാൻ കാരണമായി കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തൃപ്തികരമല്ല എന്നാണ് കോടതി പറയുന്നത്. എന്തായാലും പ്രതികൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകരായ ആദിത്യ സോണ്ടി, അതുപോലെ രാഗേന്ദ് ബസന്ത്, ഇങ്ങനെ 2 പേരാണ് ഹാജരായത്. NIAക്ക് വേണ്ടിയിട്ട് ASG രാജ താക്കറെ, അദ്ദേഹമാണ് NIAക്ക് വേണ്ടി ഹാജരായത്. മറ്റ് അഭിഭാഷകരുടെ കാര്യങ്ങളൊന്നും വ്യക്തമല്ല. കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കോടതിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഈ സാങ്കേതിക പ്രശ്നം, ഈ ലിസ്റ്റ് ചെയ്യുന്നതിൽ വന്ന സാങ്കേതിക പ്രശ്നത്തിൻ്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ നമുക്ക് അത്ര പ്രസക്തമല്ലാത്തത് കൊണ്ട് അത് സ്വാഭാവികമായിട്ടും ചില സാങ്കേതിക പിഴവുകൾ സംഭവിക്കുമല്ലോ. പ്രത്യേകിച്ചും ഇത്തരം ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ എന്ന് പറയുന്ന ഇത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനെയൊക്കെയാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് കോടതി പറയുന്നുണ്ട്, എന്താ പറയണ്ടേ, ഇവർക്ക് ഈ കേസ് ജനുവരി 17-ാം തീയതി വിശദമായ വാദം കേൾക്കുന്നതിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് കോടതി വിശദമായിട്ട് പറയുന്നുണ്ട്, ഈ കുറ്റക്കാരായ പോപ്പുലർ ഫ്രണ്ടുകാർ 17 പേർക്ക് ജാമ്യം കൊടുത്തതിൻ്റെ കാരണങ്ങൾ ഹൈക്കോടതി പറയുന്നത് തൃപ്തികരമല്ല. ഈ 9 പ്രതികൾ ഇപ്പോഴും ജയിലിൽ തന്നെയാണല്ലോ, അവരൊരു ഹർജിയായിട്ട് കോടതി. അതെ, അതും കൂടി ഇതിൻ്റെ കൂടെ പരിഗണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ NIAയുടെ മാത്രമല്ല ഇവരുടെ ജാമ്യ ഹർജിയും ഇതെല്ലാം ഒരുമിച്ച്, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് പരിഗണിക്കാം എന്നുള്ളൊരു നിലപാടിലേക്കാണ് കോടതി വന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായ വിവരങ്ങൾ ഇനി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വിശദമായിട്ട് 17-ാം തീയതി അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ ശ്രീനിവാസൻ കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യം അറിയാം. പോപ്പുലർ ഫ്രണ്ട് നേതാവായിട്ടുള്ള സുബൈർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ ശ്രീനിവാസനും കൊല്ലപ്പെട്ടത്. ശ്രീനിവാസന് പാലക്കാട് അദ്ദേഹത്തിൻ്റെ കടമുറിയിൽ കയറി NKS ഓട്ടോസ്, അങ്ങനെയാണ് ആ കടയുടെ പേര്.
ആ കടയിൽ കയറി ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഈ 6 അംഗ സംഘം 3 ബൈക്കുകളിലായിട്ട് വന്ന 6 അംഗ സംഘം അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. 1 മണിക്ക് പട്ടാപ്പകല് നഗരമധ്യത്തിൽ. വല്ലാത്തൊരു ടൂ വീലറിൽ വന്നിട്ടാണ് അത് ചെയ്യുന്നത് അല്ലേ? വന്നത്. ദാരുണമായിട്ടുള്ളൊരു ഭയങ്കര ഭീതിജനകമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ആലപ്പുഴയിലെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊന്നതുപോലെ വീട്ടിൽ കയറിയിട്ട് അമ്മയും എന്താണ് ഭാര്യയും മക്കളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഇതിൽ യഥാർത്ഥത്തിൽ ഈ സുബൈർ എന്ന് പറയുന്ന ആള് കൊല്ലപ്പെട്ടല്ലോ. അദ്ദേഹം കൊല്ലപ്പെട്ട് അദ്ദേഹത്തിന്റെ ബോഡി മോർച്ചറിയിൽ വെച്ച ആ ദിവസമാണ് യഥാർത്ഥത്തിൽ ശ്രീനിവാസനെ കൊലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇവര് ഈ മോർച്ചറിക്ക് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ നിന്ന് ഗൂഢാലോചന നടത്തി. അതൊക്കെ കേസിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അത് ഈ സുബൈർ കൊല്ലപ്പെടാൻ ഒരു കാരണമുണ്ട്. അത് RSS പ്രവർത്തകനായിരുന്ന നേതാവായിരുന്ന സഞ്ജിത്തിനെ ഇവർ സംഘം ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തി. ഭാര്യയെ ജോലിക്ക് കൊണ്ടുവിടാനായിട്ട് രാവിലെ ബൈക്കിൽ പോകുന്ന അവസരത്തിൽ വഴിയിൽ തടഞ്ഞു നിർത്തി, ഒരു ജീപ്പിലും ബൈക്കിലുമായിട്ട് വന്ന ആൾക്കാർ വഴിയിൽ തടഞ്ഞു നിർത്തിയാണ് സഞ്ജിത്തിനെ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ കൃത്യം ഏതാണ്ട് സഞ്ജിത്തിൻ്റെ കൊലപാതകം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴാണ് ഈ സഞ്ജിത്തിൻ്റെ സുഹൃത്തുക്കളും അടുപ്പക്കാരുമായ ആൾക്കാർ ചേർന്ന് എല്ലാവരും ചേർന്ന് ഈ സുബൈറിനെ പകരം പ്രതികാരം തീർത്തത്. അതിനുശേഷം അത് ഉടനെ തന്നെ ഈ സുബൈർ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികാരം ചെയ്യണം എന്ന് തീരുമാനിച്ച് ഗൂഢാലോചന നടത്തി ശ്രീനിവാസനെ കൊലപ്പെടുത്തുകയായിരുന്നു അവർ. ശ്രീനിവാസൻ്റെ കടയിലേക്ക് വളരെ പെട്ടെന്ന് 2 വീലറുകളിൽ വന്ന് ആ കടയ്ക്കുള്ളിൽ കയറി ആ ദൃശ്യങ്ങളൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പിന്നീട് വളരെ ഭീകരമായ രീതിയിൽ കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും ഈ കാര്യത്തിൽ സുപ്രീം കോടതി ഇവർക്ക് ജാമ്യം കൊടുത്ത കേരള ഹൈക്കോടതിയുടെ നടപടിയെ തൃപ്തികരമല്ല എന്ന് രേഖപ്പെടുത്തി ഹർജികളെല്ലാം ഒരുമിച്ച് പരിഗണിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഭീകരപ്രവർത്തനമാകട്ടെ തീവ്രവാദ പ്രവർത്തനമാകട്ടെ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആരെയും ഒരു കാരണവശാലും മുഖം നോക്കാതെ നടപടിയെടുക്കണം. അവർക്ക് ഒരു കാരണവശാലും അവരോട് ഒരു മൃദു സമീപനവും പാടില്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഈ നിലപാട് വ്യക്തമാക്കുന്നത്. എന്തായാലും വിധി വരുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. പക്ഷേ കോടതി വളരെ കർശനമായൊരു നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. NIAയുടെ ഹർജി ഈ ജാമ്യം ചോദിച്ചുകൊണ്ടുള്ള ഹർജിയും എല്ലാം ഒരുമിച്ച് പരിഗണിക്കാമെന്ന് കോടതി പറയുന്നത് തന്നെ ആ കേസിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ്. തീർച്ചയായിട്ടും സുപ്രീം കോടതി, അതും നിരോധിത സംഘടനയാണ്, സുപ്രീം കോടതി ഈ കാര്യത്തിൽ വളരെ ജനങ്ങൾക്ക് അങ്ങേയറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും സത്യസന്ധമായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ശരി, കേരള ഹൈക്കോടതിക്ക് എവിടേക്കോ പിഴവ് പറ്റിയിരിക്കുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ കോടതികൾക്ക് വീഴ്ച സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളെന്ന് നമുക്കറിയില്ല. സുപ്രീം കോടതി വരും ദിവസങ്ങളിൽ പറയുമായിരിക്കും. തൃപ്തികരമല്ല, ഈ ജാമ്യം കൊടുത്ത നടപടി തൃപ്തികരമല്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ നിരീക്ഷണം. നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം അതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം സുപ്രീം കോടതി എന്താണ് പറയുന്നത്. തീർച്ചയായിട്ടും ശ്രീനിവാസൻ്റെയും ഈ പറഞ്ഞതുപോലെ സഞ്ജിത്തിൻ്റെയും സുബൈറിൻ്റെയും നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുന്നത് നല്ല കാര്യമല്ല. അത് പകരത്തിന് പകരം, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ചോരയ്ക്ക് ചോര എന്ന മട്ടിൽ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ അത് ഇത്തരത്തിലുള്ള സംഘടനകൾ തമ്മിൽ, ഇത്തരത്തിലുള്ള എന്താ പറയേണ്ട ഒരു വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയും അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൊലപാതകങ്ങൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പല കൊലപാതകങ്ങളും നടത്തി. ഇപ്പോൾ അതിൻ്റെ 15ഓളം പ്രവർത്തകർക്ക്, 15 പേർക്ക് ആലപ്പുഴയിലെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ സംഘം ചേർന്ന് വീട്ടിൽ കയറി ആക്രമിച്ച് ഭാര്യയുടെയും അമ്മയുടെയും മക്കളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയതിന് 15 പേർക്കാണ് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ഇത്തരം ശക്തികൾ ഇത് തിരിച്ചറിയണം. അവരുടെ പ്രവർത്തന ശൈലി തെറ്റാണ്, ശരിയായ മാർഗമല്ല, തെറ്റായ മാർഗത്തിലൂടെയാണെന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തിയാൽ അവർക്ക് നല്ലത്. സുപ്രീം കോടതിയിൽ നിന്ന് ന്യായമായ നീതിയുക്തമായ ഒരു വിധി ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.